ശ്രദ്ധിച്ചോട്ടോ. കുടിക്കുന്നതിന് മുമ്പ് ആ കോഫി നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ കോഫി കാപ്പിച്ചിനോ, അതായത് ഞാൻ മരിച്ചിട്ടില്ല, നെതന്യാഹു മരിച്ചിട്ടില്ല, ഇസ്രായേലിന്റെ ഭരണാധികാരി മരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വിറ്ററിൽ തേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഈ 4 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു ഭരണാധികാരി ഇത്രയും വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് വന്നിട്ട് യുദ്ധത്തെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാണ്ട് അവരുടെ ന്യൂസ് ചാനലുകളിലോ അല്ലെങ്കിൽ അവരുടെ പത്രസമ്മേളനത്തിൽ ഒന്നിനും വരാത്തൊരു വ്യക്തി, അതിന് യുദ്ധത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലും ട്വിറ്ററിൽ എക്സിൽ പോസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തി വന്നിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ അദ്ദേഹത്തിനെ കാണാത്തതിന്റെ പക്ഷം അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതിന്റെ സംഭവം വന്നപ്പോൾ AI കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടെന്നുള്ളത് പ്രചരിച്ചുന്നുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു AI ക്രിയേറ്റ് ചെയ്യുന്ന 6-7 വരലൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറിയിരുന്നു. എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ 4 മണിക്കൂറും അദ്ദേഹത്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ അതും AI ആണോ എന്നുള്ളതിന് ഞാൻ ഏറ്റവും വലിയൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. AI ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ സെൻസ് മതി, നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കൈയൊക്കെ പൊക്കിയിട്ട് മറ്റേ പഴയ വീഡിയോയുടെ കേസ് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള സംഭവം നിങ്ങൾ ആ കോഫി ശ്രദ്ധിച്ചോട്ടോ. കുടിക്കുന്നതിന് മുമ്പ് ആ കോഫി നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ കോഫി കാപ്പിച്ചിനോ, അതായത് ഒരു പടം ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ എന്തോ പടം ഉണ്ട്, അതിന്റെ ബാക്കിൽ ഒരു ഡോട്ടുണ്ട്, വൈറ്റ് ഡോട്ടുള്ള പടത്തിന്റെ ബാക്കിൽ മൂലയിൽ ഡോട്ടുണ്ട്. അദ്ദേഹം കോഫി കുടിക്കുകയാണ്. ആ കോഫി കുടിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖം കണ്ടോ? ആ കോഫി ചുണ്ടിലിരിക്കുന്നുണ്ട് ഇല്ലേ? എന്നാ നിങ്ങൾ നോക്കിക്കോ, 19 സെക്കൻഡിലാണ് ആ ഒരു വീഡിയോയിൽ കോഫി കുടിക്കുന്നത്. അദ്ദേഹം 19 സെക്കൻഡിൽ കോഫി കുടിച്ചു. കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു എടുത്തിരിക്കുന്നത്. അവരെ അല്ലാണ്ട് ക്യാമറ കട്ട് ചെയ്ത് വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ക്രിയേറ്റീവ് ആയിട്ട് മാറുമല്ലോ. എടുത്ത് 20-ാം സെക്കൻഡിൽ അദ്ദേഹത്തിന് മൂത്തുന്ന സാധനം നോക്കി. ഇനി അടുത്ത ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ക്യാപ്പിച്ച് നോക്കി, ഒരു അനക്കവും വരാണ്ട് ആ ഫ്ലേവർ അങ്ങനെ തന്നെ, ആ ബാക്കിലുള്ള ഡോട്ടും അങ്ങനെ തന്നെ. ഇതെങ്ങനെ കോഫി കുടിക്കുന്നത്? അതൊരു മാജിക്കല്ലേ, തന്ത്രമല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും വലിയ കോഫി, അദ്ദേഹത്തിന്റെ കോഫി വീണ്ടും ഇത്രയും കുടിച്ച് ആ കോഫി ഒന്ന് കുടിച്ചിട്ട് പോലും ആ ചിത്രം പോവുകയോ അല്ലെങ്കിൽ അതൊന്ന് അനങ്ങുകയോ ചെയ്തിട്ടില്ല. ആ ഒരു കോഫി അനങ്ങുകയോ ചിത്രം പോവുകയോ ചെയ്തിട്ടില്ല. ആ ചിത്രം അവിടെ നിൽക്കുന്ന ചിത്രം ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചിത്രങ്ങൾ മാറി മാറി പോവാം. അദ്ദേഹം കുടിച്ച കോഫി അനങ്ങിയിട്ടില്ല, ചിത്രം അനങ്ങിയിട്ടില്ല, ചുണ്ടിലിരുന്ന കോഫി 1 സെക്കൻഡ് പോലും മിന്നിമായാണ്ട് അത് പോയി. എനിക്ക് തോന്നുന്നുണ്ട് ഒരു എന്തിനാ ആരെ തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നേതാവ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ഇത്രയും വലിയ പൂരുമാൻ വന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്നൊരു കോമാളിത്തരമായിട്ട് മറ്റുള്ളവർ കാണുന്ന പോലെ കോമാളിത്തരമായിട്ട് വന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഇത്ര ദിവസം യുദ്ധത്തെക്കുറിച്ച് ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്ത ആൾ വന്നിട്ട് പറയാം ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ഇതും ഏയാണ് കറക്റ്റ്. നിങ്ങൾ ചിന്തിച്ചു അറിയാൻ പറ്റും ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ എന്താണെങ്കിലും എനിക്ക് മനസ്സിലായി തോന്നുന്നു. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.